ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇംഗ്ലീഷ് വേർഷൻ നാം നേരത്തെ ചെയ്തിരുന്നല്ലോ. ത്രിത്വൈക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ജെ ലോഗോസ് 316 സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ജോസഫ് ഫോർ ജെ ലോഗോസ് 316. ലൂക്ക അധ്യായം 9 ഒരു ആമുഖം. ലൂക്ക 9 ആരംഭിക്കുന്നത് യേശു 12 ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അയക്കുന്നതോടെയാണ്. 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് ജനക്കൂട്ടത്തെ പോറ്റിക്കൊണ്ട് അവൻ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. പത്രോസ് യേശുവിനെ മിശിഹായായി പ്രഖ്യാപിക്കുന്നു. യേശു തൻ്റെ പീഡാനുഭവവും പുനരുത്ഥാനവും പ്രവചിക്കുന്നു. ഒരു മലയിൽ യേശു രൂപാന്തരപ്പെട്ട് അവൻ്റെ ദിവ്യമഹത്വം വെളിപ്പെടുത്തുന്നു. മടങ്ങി വന്ന് അവൻ ഒരു ബാലനെ സുഖപ്പെടുത്തുകയും മഹത്വത്തെയും വിനയത്തെയും കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള ത്യാഗങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതോടെയാണ് അധ്യായം അവസാനിക്കുന്നത്. ചോദ്യോത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അയക്കുന്നതിന് മുമ്പ് യേശു 12 പേർക്ക് എന്താണ് നൽകിയത്? എന്താണ് 12 പേർക്ക് യേശു നൽകിയത് എന്നതാണ് ചോദ്യം. ഉത്തരം: സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. ലൂക്ക 9:1. രണ്ടാമത്തെ ചോദ്യം: ലൂക്ക 9:10 അനുസരിച്ച് യേശു ഏത് പട്ടണത്തിലേക്കാണ് അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്? ഏത് പട്ടണത്തിലേക്കാണ് യേശു അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം: ബേത്സയിദ പട്ടണത്തിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. മൂന്നാമത്തെ ചോദ്യം: യേശു ആരെന്ന് ജനങ്ങൾ വ്യാഖ്യാനിക്കുന്ന ലൂക്ക 9:7b-8 എന്നീ വാക്യങ്ങൾക്ക് സമാനമായി അതേ അധ്യായത്തിൽ ആവർത്തിച്ചിരിക്കുന്ന വാക്യം ഏത്? 9:7b-8 ഇവയ്ക്ക് സമാനമായ വാക്യങ്ങൾ ലൂക്ക 9:19 അത് കൊടുത്തിരിക്കുന്നത്. ലൂക്ക 9:19. 4. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഏതൊക്കെ പ്രവചനങ്ങളാണ് ലൂക്ക 9-ാം അധ്യായത്തിൽ കാണുന്നത്? ഏതൊക്കെ പ്രവചനങ്ങളാണ് പീഡാനുഭവത്തെക്കുറിച്ചുള്ള അത് ലൂക്കായിൽ നാം കാണുന്നത്? 1-ാം പ്രവചനവും 2-ാം പ്രവചനവും 9:22, 9:44. 5. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ ഉത്തരം എന്തായിരുന്നു? പത്രോസ് എങ്ങനെയാണ് ഉത്തരം കൊടുത്തത് ഈശോയ്ക്ക്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ? ഉത്തരം: നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന്. 9:20 നമ്മൾ വായിക്കുന്നു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന്. 6-ാമത്തെ ചോദ്യം: യേശുവിൻ്റെ രൂപാന്തരീകരണം ഏത് മലയിലായിരുന്നു എന്നാണ് ലൂക്ക 9-ൽ പറയുന്നത്? യേശുവിൻ്റെ രൂപാന്തരീകരണം ഏത് മലയിലായിരുന്നു എന്നാണ് ലൂക്ക 9-ൽ പറയുന്നത്? ഉത്തരം: മലയുടെ പേര് പറയുന്നില്ല. മലയുടെ പേര് പറയുന്നില്ല 9-ാം അധ്യായത്തിൽ. 7. യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ ആരെല്ലാം? യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ ആരെല്ലാം എന്നതാണ് 7-ാമത്തെ ചോദ്യം. ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ 3 പേരാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 8. രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത്? രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്താണ് എന്നതാണ് 8-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. 9:35. 9. ശിഷ്യന്മാർ തർക്കിച്ചത് എന്തായിരുന്നു എന്നാണ് ലൂക്ക 9:46 പറയുന്നത്? ലൂക്ക 9:46 ശിഷ്യന്മാർ തർക്കിച്ചത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ആണ് ശിഷ്യന്മാർ തർക്കിച്ചത്. 10. ലൂക്ക 9:22-44 വാക്യങ്ങളിൽ പൊതുവായിട്ടുള്ളത് എന്ത്? ലൂക്ക 9:22-44 വാക്യങ്ങളിൽ പൊതുവായിട്ടുള്ളത് എന്ത്? ഉത്തരം: യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. 1-2 പ്രവചനങ്ങളാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. 11.
രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ് മോശയും ഏലിയായും രൂപാന്തരീകരണ സമയത്ത് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം, അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. 12, യേശു ശിഷ്യന്മാരും പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഏത് ഗ്രാമമാണ് അവരെ സ്വീകരിക്കാതിരുന്നത്? യേശുവും ശിഷ്യന്മാരും പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഏത് ഗ്രാമമാണ് അവരെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം, സമറിയാക്കാരുടെ ഒരു ഗ്രാമമാണ് യേശുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കാതിരുന്നത്. 13, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചത് ആര്? ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചത് ആരാണ് ചോദിച്ചത്? ഉത്തരം, ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും. ലൂക്ക 9:54. യാക്കോബും യോഹന്നാനും. 14, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവരെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവരെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, അവർ സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല എന്ന്. ലൂക്ക 9:62. അവർ സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല എന്ന്. 15, ഏത് കാര്യമാണ് ആരോടും പറയരുതെന്ന് യേശു ശിഷ്യന്മാരെ കർശനമായി നിരോധിച്ചത്? ലൂക്ക 9:21. ഏത് കാര്യമാണ് ആരോടും പറയരുതെന്ന് യേശു ശിഷ്യന്മാരെ കർശനമായി നിരോധിച്ചത്? ഉത്തരം, താൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന കാര്യം ആരോടും പറയരുത് എന്നാണ് യേശു പറഞ്ഞത്. 16, യേശു 5 അപ്പവും 2 മീനും എടുത്ത് എന്തു ചെയ്തു? യേശു 5 അപ്പവും 2 മീനും എടുത്ത് എന്തു ചെയ്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. 17, ലൂക്ക 9-ാം അധ്യായത്തിൽ യേശു സുഖപ്പെടുത്തിയ കുട്ടിയെ ബാധിച്ചിരുന്ന പിശാചിൻ്റെ പേരെന്ത്? യേശു സുഖപ്പെടുത്തിയ കുട്ടിയെ ബാധിച്ചിരുന്ന പിശാചിൻ്റെ പേര് എന്ത്? ഉത്തരം, പേര് പറഞ്ഞിട്ടില്ല. 9-ാം അധ്യായത്തിൽ പേര് പറഞ്ഞിട്ടില്ല. 18, യേശു ആരായിരിക്കാമെന്നാണ് ഹെറോദസ് രാജാവ് ചിന്തിച്ചത്? ലൂക്ക 9:7-9. യേശു ആരായിരിക്കാമെന്നാണ് ഹെറോദസ് രാജാവ് ചിന്തിച്ചത്? അതാണ് അടുത്ത ചോദ്യം, 18-ാമത്തെ ചോദ്യം. ഉത്തരം, യോഹന്നാനോ ഏലിയായോ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവനോ? 19, പൂരിപ്പിക്കുക. അവർ പുറപ്പെട്ട് ഡാഷ് തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ലൂക്ക 9:6. ഡാഷ് തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ഗ്രാമങ്ങൾ തോറും. ഉത്തരം അതാണ്, ഗ്രാമങ്ങൾ തോറും. അടുത്ത ചോദ്യം 20, യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഹെറോദസ് എന്ത് ആഗ്രഹിച്ചു? ലൂക്ക 9:9. യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഹെറോദസ് എന്ത് ആഗ്രഹിച്ചു? അതിൻ്റെ ഉത്തരം, അവനെ കാണാൻ ആഗ്രഹിച്ചു. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ വാക്യം ഉൾക്കൊള്ളുന്ന ശീർഷകമേത്? ലൂക്ക 9:43. 21-ാമത്തെ ചോദ്യം ഇതാണ്. അതിൻ്റെ ഉത്തരം, പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു ആ ടൈറ്റിലാണ്. 22, തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ശിഷ്യന്മാർ തർക്കിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ശിഷ്യന്മാർ തർക്കിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. 9:48. 23, അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലൂക്ക 9:45. വചനം ഏത്? അവർക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞ വചനം ഏത്? ലൂക്ക 9:45. അതിൻ്റെ ഉത്തരം, മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ലൂക്ക 9:44. ഈ വചനമാണ് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാഞ്ഞത്. 24, യേശു എങ്ങോട്ട് പോവുകയായിരുന്നതുകൊണ്ട് സമറിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്നാണ് ലൂക്ക 9-ാം അധ്യായത്തിൽ പറയുന്നത്. യേശു എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? അതിൻ്റെ ഉത്തരം, ജെറുസലേമിലേക്ക്. ലൂക്ക 9:53. ജെറുസലേമിലേക്കാണ് യേശു പോയിക്കൊണ്ടിരുന്നത്. 25, അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ലൂക്ക 9:55. ആരെ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു.
ആരെ? ലൂക്ക 9:55. ഉത്തരം യാക്കോബിനെയും യോഹന്നാനെയും. യാക്കോബിനെയും യോഹന്നാനെയും. 26. ലൂക്ക 9:12 എന്ന സംഖ്യ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എണ്ണവും 5000 പേർക്ക് ഭക്ഷണം നൽകിയ ശേഷം ശേഖരിച്ച ഭക്ഷണക്കൊട്ടകളുടെ എണ്ണവും മറ്റെന്തുമാണ്? മൂന്നാമത് എന്താണ് ഈ 12 ബന്ധപ്പെട്ടത് എന്നാണ് ചോദ്യം. അധ്യായത്തിലെ ശീർഷകങ്ങളുടെ എണ്ണവും 12. അധ്യായത്തിലെ ശീർഷകങ്ങളുടെ എണ്ണവും. 27. ലൂക്ക 9:14 എത്ര വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? എത്ര വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ലൂക്ക 9:14. ഉത്തരം 50 വീതം പന്തികളായി ഇരുത്താനാണ് പറഞ്ഞത്. 50 വീതം. 28. ആരാരോട് പറഞ്ഞു? അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ലൂക്ക 9:49. ആരോട് പറഞ്ഞു? അതിൻ്റെ ഉത്തരം യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു. അടുത്ത ചോദ്യം 29. ലൂക്ക 9 നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് യേശു പറഞ്ഞത് ആരോട്? നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് യേശു പറഞ്ഞത് ആരോട്? അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട്. 9:59, 60. 30. ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷം? 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷം ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ലൂക്ക അറിയിച്ച സുവിശേഷമാണ് ഏറ്റവും നീളമുള്ളത്. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ലൂക്ക 9:62. ഒരു പ്രധാന വാചകമാണ്, വാക്യമാണ് 9-ാം അധ്യായത്തിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ലൂക്ക 9:62 അവസാനത്തെ വാക്യം. ലൂക്ക 9 ഒരു ഉൾക്കാഴ്ച. യേശു നിശ്ചയദാർഢ്യത്തോടെ ജെറുസലേമിലേക്ക് പുറപ്പെടുന്നതോടെ 9-ാം അധ്യായം അവസാനിക്കുന്നു. തൻ്റെ ആത്യന്തികമായ ത്യാഗത്തിലേക്കുള്ള യാത്രയുടെ ആരംഭത്തെ അവൻ അടയാളപ്പെടുത്തുന്നു. അത്ഭുതങ്ങൾ, പ്രബോധനങ്ങൾ, രൂപാന്തരീകരണം എന്നിവയിലൂടെ അവൻ്റെ ദൈവിക ദൗത്യം ശിഷ്യത്വത്തിൻ്റെ അഗാധമായ വിലയും വെളിപ്പെടുത്തുന്നു. വിശ്വാസവും വിനയവും അചഞ്ചലമായ പ്രതിബദ്ധതയും ഉൾക്കൊള്ളാൻ അനുയായികളെ വിളിക്കുന്നു. മഹത്വത്തിലേക്കുള്ള പാത കുരിശിൻ്റെ വഴിയുമായി ഇഴചേർന്നിരിക്കുന്നു. ലൂക്ക 9 നാം കാണുന്ന ഉൾക്കാഴ്ചകൾ ഇതൊക്കെയാണ്. ടിപ്സ്: അധ്യായം നന്നായി വായിക്കുക, 12 ശീർഷകങ്ങൾ ശ്രദ്ധിക്കുക, 2, 3, 12, 50, 5000 മുതലായ വിവിധ സംഖ്യകളുടെ പ്രാധാന്യം മനസ്സിൽ വയ്ക്കുക. നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പ്രത്യേകം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. May God bless you all. Thanks for watching. We are glad you joined us. നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത അധ്യായം ലൂക്ക 10-ാം അധ്യായം കാണുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്വിസ് പ്രോഗ്രാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കേണ്ട. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ജോസഫ് from JJ Logos 316.